അവൾക്ക് ഓടിച്ചാടി കളിക്കാനുള്ള അവസ്ഥയൊന്നും ആയിട്ടില്ല. കാല് ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ചു നാളുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പന്തൊക്കെ തട്ടി കളിക്കാം. എന്നാ ഞാൻ കൂട്ടുകാരോടൊപ്പം പോയി കളിക്കാം. അത് വേണ്ട. ദിയമോളൂടെ ബോറടിച്ചിരിക്കുമ്പോ നീ മാത്രം പോയി കളിക്കണ്ട. മോനെ, ദിയമോളുടെ കുഞ്ഞു മനസ്സിൽ അത് സങ്കടം ഉണ്ടാക്കും. അവള് ആകെ വാടിപ്പോ. അത് പാടില്ല, അല്ലേ മോളെ? അച്ഛൻ എപ്പോഴാ ദിയമോളോട് ഇത്രയും സ്നേഹമുണ്ടായത്? അച്ഛന് മാത്രമല്ല, നിനക്കും ദിയമോളോട് സ്നേഹം ഉണ്ടാവണം. നിന്റെ സ്വന്തം അപ്പച്ചി വന്ദനയുടെ മോളാ ദിയക്കുട്ടി. നിന്റെ സ്വന്തം മുറപ്പെണ്ണ്. അതിന് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പ്രായമായില്ലല്ലോ. അമ്പട കേമാ, നിന്നെ ഞാനുണ്ടല്ലോ. പ്രായായ നീ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം. നീ കൂട്ടുകാരൊപ്പം പോയി അങ്ങനെ കളിക്കണ്ട. ദിയമോളോടൊപ്പം ഇവിടെ നിന്ന് കളിച്ചാ മതി, കേട്ടടാ? ഏട്ടാ, ഗോകുലിനെ തടയണ്ട, അവൻ പോയി കളിക്കട്ടെ. എന്നാ നീ പോയിക്കോ, നിന്റെ അപ്പച്ചി പറഞ്ഞല്ലേ. താങ്ക് യു ആന്റി, ഐ ലവ് യു. ഉമ്മ, അമ്മയ്ക്ക് ഉമ്മ. മോൾക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വേണ്ടത്ര ശരിയായില്ലാന്ന് തോന്നുന്നു. നല്ലൊരു ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലോ? അതിന്റെ ചെലവിനെ കുറിച്ച് ഓർത്തൊന്നും വന്ദന വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തോളാം. നിനക്കെന്താണ് ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? മോൾക്ക് പാല് ഏർപ്പാട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അതിനു വേണ്ട പണം നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലേ? ഏൽപ്പിച്ചു. ഞാൻ അവൾക്ക് പ്രോട്ടീൻ പാല് കൊടുക്കുന്നുണ്ടല്ലോ. അതാണ്. പ്രകാശ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. എന്റെ ദിയമോൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. എന്റെ കാല് ശരിയാകുമ്പോ ക്രിക്കറ്റ് കളിക്കണം. അതിനെന്താ, മോൾക്ക് അങ്കിള് ബോളും ബാറ്റൊക്കെ വാങ്ങിച്ചു തരാലോ. അതേ മോളെ, ഗോകുൽ ഒരു മണ്ണുണ്ണിയാ. ദിയമോള് മിടിക്കും. അവൻ ബോൾ ചെയ്യുമ്പോ മോള് സിക്സർ അടിച്ച് തകർക്കണം. തകർക്കാങ്കളെ അങ്ങള് നോക്കിക്കോ, ഞാൻ ഗോകുലേട്ടനെ തോപ്പിച്ചിരിക്കും. സിക്സർ അടിച്ചിട്ട് ഗോകുലേട്ടനെ തോൽപ്പിക്കണം. മാനത്തെ കൊട്ട